അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കുന്ന ഐറ്റം സ്ട്രോബെറി പനക്കോട്ടയാണ്. അതിനായിട്ടൊരു 6 സ്ട്രോബെറീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അരച്ചെടുക്കാം. ഇനി ഒരു 350 ml പാല്, സ്ട്രോബെറി അരച്ചത്, പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര, ഇതൊക്കെ അങ്ങനെ കൂടിയിട്ട് ഒരു ബോയിൽ ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം. പഞ്ചസാര അതുപോലെ തന്നെയല്ല, പഞ്ചസാര ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് പൊടിച്ച് പഞ്ചസാര പൗഡറാക്കിയതിന് ശേഷമാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അരക്കപ്പ് കോൺഫ്ലവറും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ കോൺഫ്ലവറാണ്. കോൺഫ്ലവർ കട്ടയാവുന്നതാണ്. അപ്പോൾ അത് നല്ലോണം ഇളക്കുക, നല്ല കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിടുക, നല്ലോണം ഡിസോൾവ് ആവുന്നവരെ. അപ്പോൾ എല്ലാം ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോയിൽ ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയിൽ എത്തുന്നവരെ ഒന്ന് ബോയിൽ ചെയ്യുക. അപ്പോൾ ഇത് അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എടുക്കാം. ഇനി നമ്മളൊരു 6 സ്ട്രോബെറിനെ ബൈറ്റ്സ് ആയിട്ട് അരിഞ്ഞിടുക. അതിൻ്റെ അകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പുഡിങ്ങിലേക്ക് അത് ചേർത്ത് നല്ലോണം ഇളക്കുക. നമ്മളിതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു 3 സ്ട്രോബെറി അതുപോലെ തന്നെ ചെറുത് നോക്കിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഒരു പരീക്ഷണത്ത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രോബെറി ഇത് പുഡിങ്ങിൻ്റെ കൂടെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ ടേസ്റ്റ് വരുന്നതെന്ന് അറിയാനായിട്ടാണ് അത് 3 എണ്ണമായിട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഫ്രീസ് ചെയ്ത് നല്ല 2 hours ഫ്രീസ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം ജെല്ലി പോലെ തന്നെ ആയിട്ടുണ്ട്. നല്ല ടെക്സ്ചറാണ്. പിന്നെ സ്ട്രോബെറി ബൈറ്റ്സ് അതിൻ്റെ അകത്ത് കിടക്കുന്നത് കാണാം. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം, പിന്നെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഇതൊരു പുഡിങ് കൺസിസ്റ്റൻസിയാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് സംഭവം. സ്ട്രോബെറി മുറിച്ചിട്ട ബൈറ്റ്സിനേക്കായും ഫുൾ സ്ട്രോബെറിയാണ് കുറേ കൂടെ നന്നായിട്ട് ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ പുഡിങ്ങിൻ്റെ കൂടെ ആ ഫ്രഷ് സ്ട്രോബെറിയുടെ ആ ജ്യൂസൊക്കെ അങ്ങനെ കൂടെ വരുമ്പോഴാണ് കുറേ കൂടെ നന്നായിട്ട് ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ പരീക്ഷണം സക്സസ്ഫുൾ ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.